ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു കുട്ടി ഷോപ്പിങ്ങിന് പോയതാണ് കേട്ടോ. ഞാനും ഡിമ്പിളും വേറെ വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല. ഞങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ കവർ മാറ്റുക, ഫോൺ കവർ വാങ്ങിക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. പിന്നെന്താണ്, അപ്പോൾ ഞങ്ങൾ ഓർത്തു ഞങ്ങൾ രണ്ടുപേരും മാത്രം പോയിട്ട് വരാം, ഡാഡീനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ ഞങ്ങൾ ടൗണിലോട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ചാക്കോച്ചിന് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു വീട്ടിലിടുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് പുറത്ത് പോയപ്പോൾ ഫുട്പാത്തിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അതെല്ലാം കുറച്ച് വാങ്ങിച്ചിട്ട് ഞങ്ങളിതേ നടന്ന് പോവുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ രാഗം തിയേറ്ററിൻ്റെ കൂടെ നടന്നു പോവാണ്. അവിടെ ഒരു ഫോൺ കട ഞങ്ങളെപ്പോഴും കാറിൽ പോകുമ്പം കാണാറുണ്ട്. അപ്പോൾ അവിടെ കയറി കുറേ ഞങ്ങളുടെ രണ്ട് മൂന്ന് ഫോണിൻ്റെ കവർ മാറ്റാനും മമ്മിക്ക് പുതിയ ഫോൺ കവറും ഒക്കെ വാങ്ങിക്കണമായിരുന്നു, സ്ക്രീൻ ഗാർഡും ഒക്കെ മാറ്റണമായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് മാറ്റി പുതുപുത്തൻ ഫോണാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എത്ര ദിവസത്തേനാണെന്നറിയില്ല. അവിടെ നിന്ന് നേരെ ഞങ്ങൾ അക്ഷയയിൽ പോയിട്ട് ബിരിയാണി കഴിക്കാൻ പോയി. സത്യം പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ല. ആ സമയത്ത് നോയിമ്പിൻ്റെ സമയത്ത് ഞങ്ങൾ പൊറോട്ടയും ഡ്രാഗൺ പനീറും കഴിച്ചിരുന്നത് അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് രണ്ടു പേർക്കും പേഴ്സണലി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല. എന്തോ പോലെ, ഇനി എന്താണെന്നറിയില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമായില്ല. പിന്നെ അവിടെ നിന്ന് വേഗം ഞങ്ങൾ വണ്ടി എടുത്ത് ഓട്ടോ പിടിച്ചിട്ട് നേരെ പോണത് അക്കിയുടെ വീട്ടിലോട്ടാണ്. കാരണം ചാക്കോച്ചനെ അക്കിയുടെ അവിടെയാണ് ആക്കിയേക്കുന്നത്. പിള്ളേരെ ഓൾറെഡി ഡാഡി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് വൈകി, അത്രേ ഉള്ളൂ. പോയതല്ലേന്ന് വിചാരിച്ച് ഒന്ന് ടൗണൊക്കെ ഒരാവശ്യമില്ലെങ്കിലും കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ നമുക്ക് കുറച്ച് ഐറ്റങ്ങൾ വന്ന് ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അത് അക്കിയുടെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ അക്കീനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാക്കോച്ചനെ റെഡിയാക്കി നിർത്തിക്കൊക്കി ഞങ്ങളിതേ വരുന്നുണ്ട്. അപ്പോൾ ചാക്കോച്ചൻ്റെ വാതിലിൻ്റെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ചേച്ചിയുടെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടുത്തെ രാജാവാണ്, നമ്മളൊക്കെ വെറും പ്രജകളാണ്. ആ വീട്ടിലെ രാജാവ് അവനാണ് കേട്ടോ. അത് ചേച്ചിയുടെ വന്ന് നിൽക്കുകയാണ്, അമ്മ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഡോൺ ചേട്ടനെ കണ്ട ഇതല്ല റിയാക്ഷൻ, ഇതിലും അടിപൊളി റിയാക്ഷനൊക്കെ ഇടും. നമ്മളെ കാണുമ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തേലും ആട്ടെ, മോനായി പോയാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കുറേ പേർക്ക് ചാക്കോച്ചൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ ഇഷ്ടമായെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ലഞ്ചൊക്കെ കഴിച്ച് നിൽക്കുകയായിരുന്നു, ഉറക്കമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ചാക്കോച്ചന് ഇപ്പോൾ ഓട്ടോയിൽ പോകണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തോ ഒരു ഭയങ്കര കൗതുകത്തോടെയാണ് നോക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവൻ വളരെ പിടിച്ച്, നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ പിടിച്ച് നിൽക്കില്ലേ, അതൊക്കെ പോലെ പിടിച്ച് നിൽക്കുകയാണ്. ഇരിക്കാൻ പറഞ്ഞിട്ട് അവൻ ഇരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. ഞങ്ങൾ മെല്ലിയാരത്തി പ്രസ് ചെയ്യാൻ പോയില്ല, എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചു. അവൻ അങ്ങനെ പുറത്തിറങ്ങണമെന്നില്ലല്ലോ. ഈ പറഞ്ഞ പോലെ ഓട്ടോ റൈഡൊക്കെ അവനെ സംബന്ധിച്ച് സ്വപ്നങ്ങളിൽ മാത്രമാണ്. കുട്ടി അത് എൻജോയ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമുക്ക് വലിയ പരിപാടികളൊന്നുമില്ല, നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്ന് എടുക്കണം, അത് അപ്ഡേറ്റ് ചെയ്യണം. കുറച്ചൊക്കെ ഞാൻ വാട്സപ്പിലിട്ട് നിങ്ങളൊക്കെ ഇതിപ്പോൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളിതേ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ചേട്ടനായിരുന്നു, വലിയ അലറ്റലും ഇല്ലാതെ ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കി, അധികം കത്തിയൊന്നും വെക്കാണ്ട് വീട്ടിൽ സേഫായിട്ട് കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി പോകുമ്പോൾ ഡാഡി വാതൊക്കെ നിൽക്കുന്നുണ്ട്, പിള്ളേരൊക്കെ അകത്തായിരുന്നു. അങ്ങനെ ഗേറ്റൊക്കെ തുറന്ന് നമ്മൾ മുന്നേ പോകുന്നുണ്ട്, ലഗേജൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഞാൻ പുറകെ പോകുന്നുണ്ട്, ഗേറ്റ് അടയ്ക്കുകയാണ്. ഓട്ടോ ചേട്ടനെ വിട്ട് പൈസയൊക്കെ കൊടുത്തിട്ട് ഓട്ടോ ചേട്ടനെ വിട്ടു കേട്ടോ. അങ്ങനെ അക്ഷയയിൽ പോയപ്പോൾ കുറിയൊക്കെ തൊട്ടിട്ടാണ് വന്നത്. കണ്ടോ പിള്ളേരെ. അപ്പോൾ ഡിമ്പിൾ ആദ്യം പോയപ്പം ഡിമ്പിളിനോട് പാച്ചു ചോദിച്ചെന്ന്, തോമു ചോദിച്ചു, ഞാൻ കേട്ടു അമ്മയോട്. അപ്പോൾ ഡിമ്പിൾ പറഞ്ഞു അമ്മ കോട്ടയത്ത് പോലും എന്തേടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ചേട്ടന് ഭയങ്കര സങ്കടമായി കേട്ടോ. അപ്പോൾ ഡാഡി വാതിലടയ്ക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ചേട്ടന്മാർ 2 പേരും ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ മമ്മി അതിൻ്റെ ഇടയ്ക്ക് ഒരു തമാശയൊക്കെ ഒപ്പിച്ചു. ആ തമാശ മമ്മി വ്യക്തമായിട്ട് ചാനലിൽ പറയും കേട്ടോ. കാറിൽ കൂടെ പറന്നു പോയ ഫോണിൻ്റെ കഥ പറഞ്ഞു തരും. അങ്ങനെ ഞങ്ങളിതേ വന്ന് സംസാരിച്ച് അപ്പോൾ ഡാഡി മമ്മി ഭക്ഷണം കഴിക്കാൻ പോകണം. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ മമ്മി വടയും ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ചെറിയൊരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഡിമ്പിൾ വടയും ബീഫുമാണ് കേട്ടോ കഴിക്കുന്നത്. ഡിമ്പിൾ കഴിച്ചു. അങ്ങനെ രാത്രി ഞങ്ങൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് ഡോൺ ചേട്ടൻ മാപ്പിളാണമ്പള്ളി പെരുന്നാളിന് പോയേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സാരി കളക്ഷൻസ് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ വന്നപ്പം നമ്മൾ ഓർഡർ ചെയ്ത കുറച്ച് സാരികളൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഫസ്റ്റാണ്. ഈ സാരി നിങ്ങൾക്ക് അമ്മ കൊച്ചിൻ്റെ മാമോദിസി കൊടുത്ത ടൈപ്പ് ഒരു പാറ്റേൺ സാരിയാണ്. ഇതൊരു ഡബിൾ ഷെയ്ഡിൽ വരുന്ന സാരിയാണ് കേട്ടോ. മുന്താണി
ബോർഡറും വേറൊരു കളറ്, ബോഡി ഫുൾ നല്ലൊരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു സാരിയാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത സാരി കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടിഷ്യൂ മെറ്റീരിയൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ. അടിപൊളിയാണ്, നിങ്ങൾ വിചാരിക്കാത്ത വില, പക്ഷെ കാണുമ്പോൾ നല്ല ഹൈ റേഞ്ചിലായിട്ടുള്ള സാരി ആയിട്ട് തോന്നും, പക്ഷേ അല്ല, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ. കോൺട്രാസ്റ്റ് ബ്ലൗസാണ് ഇതിന് വരിക. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇത് ഞാൻ മുമ്പേ കാണിച്ചു കൂട്ട ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ വരുന്ന സാരിയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ സാരിയുടെ കുറച്ച് കളേഴ്സ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളൂ. ലാവൻഡർ, ഗ്രീന്, മെറൂണ്, റെഡ്, ബ്ലൂ, അങ്ങനെ കുറച്ച് കളേഴ്സ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ ഓരോന്നും നോക്കുകയാണ് ഞാൻ. നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഉടുക്കണം എന്നൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പരിപാടികൾക്കുള്ളതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം കാണിച്ചതിൻ്റെ വേറെ ബ്ലാക്കും റെഡും വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനും കോൺട്രാസ്റ്റ് ബ്ലൗസാണ്. ഇതാണ് ബ്ലൗസ് വരുന്നത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി അങ്ങനെ എടുത്തു വെച്ചത്. കാരണം നമ്മൾ നിവൃത്തി അതിൻ്റെ മടക്ക് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ദേ അടുത്തൊരു സാരി, ഇതും സോഫ്റ്റ് സിൽക്കിൽ വരുന്ന കോൺട്രാസ്റ്റ് സാരിയാണ്. നല്ലൊരു സാരിയാണ് കേട്ടോ. ഗ്രീനും യെല്ലോ ആയിട്ട് വരുന്ന ഒരു സാരിയാണ്. വീണ്ടും നല്ലൊരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ വരുന്ന ഒരു സാരിയാണ്. ഇതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് ഞാനൊരു പ്രാവശ്യം ഇട്ടിട്ടത് വേഗം പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗ്രീൻ സാരിയാണ് കേട്ടോ. നല്ലൊരു ഗ്രീനാണ്. പിന്നെ വരുന്നത് ഇങ്ങനൊരു ഇത് ഇങ്ങനെ ഡാർക്ക് അല്ല, റെഡ് തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പം കണ്ട ഗ്രീനിൻ്റെ വേറൊരു ഷെയ്ഡാണ്, റെഡാണ്. ഞാൻ പറഞ്ഞ അന്ന് കാണിച്ച് ആ ബേബി പിങ്കിൻ്റെ ഷെയ്ഡിൽ വരുന്ന സാരിയാണ്. ഇത് എനിക്ക് തോന്നുന്നു റെഡ് കുറച്ച് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അത്. പിന്നെയും ദേ നമ്മുടെ ആ ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ വരുന്ന സാരിയാണ്. നല്ല അടിപൊളി സാരിയാണ് കേട്ടോ. അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ബ്ലൂ, അതിൽ ഗോൾഡൻ വർക്കൊക്കെ ആയിട്ട്, പിന്നെ ഒരു ബ്ലൂ കളറിൽ ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും എല്ലാവരും പ്രിഫർ ചെയ്യുന്ന സോഫ്റ്റ് സിൽക്ക് സാരി ആയതുകൊണ്ടാണ് നമ്മളിത് കൂടുതലും റീസ്റ്റോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏതാ വേണ്ടതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ഇഷ്ടം. ഇതും ടിഷ്യൂ മെറ്റീരിയലാണ്. ഇതും ഭയങ്കര അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കളർ ചേഞ്ചുകളാണ്. അപ്പോൾ വേഗം ഓർഡർ ചെയ്ത, കാരണം എല്ലാവർക്കും ആമോദിസകളും പെരുന്നാളുകളും. തൃശ്ശൂരുകാർക്ക് പെരുന്നാളാണ് ഇനി, നോയമ്പിന് മുമ്പ് വരെ പെരുന്നാളാണ്. ഇതൊക്കെ ഭയങ്കര ലൈറ്റ് ഷെയ്ഡ്സിൽ ഇതിൻ്റെ കെട്ടൊക്കെ കണ്ട നല്ല വെറൈറ്റി ആയിട്ടില്ലേ. പിന്നെ ഇതിൻ്റെ തന്നെ നല്ലൊരു ഡാർക്ക് കോൺട്രാസ്റ്റിൽ വരുന്ന ഒരു സാരിയാണ്. റാണി പിങ്ക് കളറൊക്കെ വരുന്ന സാരിയാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ വേഗം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക, അയയ്ക്കുക. ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരികളാണ് കേട്ടോ. ഇതുണ്ടോ, ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് സാരിയാണെന്ന് പറയാം. കല്യാണത്തിനൊക്കെ മുമ്പ് കണ്ടിരുന്നെങ്കിൽ, സ്റ്റോക്ക് വന്നിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇതേ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പം ഈസ്റ്ററൊക്കെ കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കല്യാണം വരുമായിരിക്കും, അപ്പോൾ എടുക്കാം. വീണ്ടും ദേ ഒരു നല്ലൊരു പിങ്ക് കളർ സാരിയാണ് കേട്ടോ. പിന്നെ ദേ ഇങ്ങനൊരു സാരി ഉണ്ട്. ഇതൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. ഇതൊക്കെ കൂടുതലും നമ്മുടെ അമ്മമാർക്ക് ചേരുന്ന ഒരു സാരിയാണ്. നമ്മുടെ ഏജിലുള്ള പിള്ളേർക്കൊന്നും പറയില്ല കേട്ടോ. ഇത് ഇങ്ങനത്തെ കളറ്, ഇത് നല്ല അടിപൊളി ഒരു സാരി, സോഫ്റ്റ് സിൽക്ക്. ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. ഒരു 1600 ബിലോ വരുന്ന ഒരു സാരി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അങ്ങനെ അതൊരു ടൈപ്പ്. അപ്പോൾ ദേ അതിൻ്റെ വിരിച്ചുള്ളത് നമ്മളിങ്ങനെ കെട്ടി തന്നെ വെച്ചിരിക്കേണ്ട, ഒരെണ്ണം മാത്രം ഞാൻ റിസ്ക് എടുത്ത് വിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ 1500 അല്ലെങ്കിൽ 1600, മാക്സിമം 1700 വരുന്ന സാരിയാണ്. ഈ ടൈപ്പ് സാരി കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ 1, 2, 3 അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ എവിടെയെങ്കിലും ഫംഗ്ഷന് ഒരുപോലെ ഉടുത്ത് പോകാനാണെങ്കിൽ അതിനും അവൈലബിൾ ആണ്. ചിലതിലിങ്ങനെ ഡിസൈൻസ് വേറെയാണല്ലോ, പക്ഷെ കളറ് സെയിം ആണ് കേട്ടോ. കുറച്ച് പേര് അങ്ങനെ ചോദിച്ചു സെയിം ആയിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സെയിം 2, 3 അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫംഗ്ഷനൊക്കെ ഒരുപോലെ ഉടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഇത് വാങ്ങിക്കാം. അപ്പോൾ അതേ മുമ്പേ കണ്ട ടൈപ്പ് സാരിയാണ് കേട്ടോ. ഇതുണ്ടോ, ഇത് നല്ലൊരു വെഡ്ഡിങ്ങിനൊക്കെ ഉടുക്കാൻ പറ്റിയൊരു സാരിയാണ്. എനിക്ക് ഈ കളർ കോമ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് ശരിക്കും വെഡ്ഡിങ്ങിനൊക്കെ ഉടുക്കാൻ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയാണ് കേട്ടോ. ഒരു 2500 ബിലോ വരുന്ന സാരികളാണ്. ഇതുണ്ടോ, അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ 2, 3 വെച്ചിട്ട് അവൈലബിൾ ആണ്.
പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായതാണ് ഈ ബ്ലാക്കിൽ സിൽവർ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. ഇത് നിങ്ങൾ ഉറപ്പായിട്ട് വാങ്ങിച്ചു പോകണം. അതിൻ്റെ ഗോൾഡും വരുന്നുണ്ട്. ഇതും സോഫ്റ്റ് സിൽക്ക് സാരിയാണ്. നമ്മുടെ പട്ടുസാരിയുടെ ഒരു ഗ്രൂപ്പിൽ വരുന്ന സാരിയാണ്. ഇതൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡിൽ വരുന്ന സോഫ്റ്റ് സിൽക്കിൻ്റെ സാരിയാണ്. ഇത് നമ്മുടെ അമ്മമാരൊക്കെ കൊടുക്കുന്ന കോട്ടൺ ടൈപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നതാണെങ്കിൽ അത് ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഇതും ഞാൻ കൊടുത്ത സാരിയുടെ വേറൊരു ഷെയ്ഡാണ് കേട്ടോ, ഗോൾഡൻ ഷെയ്ഡ്. ഇത് മൾട്ടി കളറായിട്ട് വരുന്നതാണ്. മൾട്ടി കളറല്ല, ഡബിൾ കളറായിട്ട് വരുന്നതാണ്. ഇത് നമ്മൾ മുമ്പേ കണ്ട ഗ്രീനിൻ്റെ ഒരു ബ്ലൂ ഫാമിലിയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. പിന്നെ ദേ കണ്ടോ, ഇതൊക്കെ നമ്മൾ ടിഷ്യൂവിൽ വരുന്ന സാരീസാണ്. ഡെയിലി വെയർ ഒക്കെ ആയിട്ട് സ്കൂളിലൊക്കെ പോണവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ സാരിയാണ്. ഇത് ഓർഗാൻസയാണ്. കുറച്ച് കോസ്റ്റ്ലി സൈഡാണ്, പക്ഷേ നല്ല അടിപൊളിയാണ്. നമ്മുടെ യൂത്ത് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ, ഇനി നമ്മൾ എന്ന് പറയാൻ പറ്റില്ല, നല്ല യൂത്ത് പിള്ളേർക്ക് ഇപ്പോൾ കൂടുതലും മാമോദിസകൾക്കൊക്കെ ഇങ്ങനത്തെ ഓർഗൻസ മെറ്റീരിയലാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നല്ലൊരു ബ്രൈഡൽ സാരി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ സാരി. നിങ്ങൾ വേറെ കടകളിലൊക്കെ 10-30,000 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാരിയാണ്. നല്ലൊരു സാരിയാണ്. നിങ്ങൾ വിചാരിക്കാത്ത ഒരു റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാരി കളക്ഷൻസ്.